നമസ്കാരം. ഭൂമി പിളർന്നു മാറി പുതിയൊരു ഭൂഖണ്ഡം ഉണ്ടാവുക, അതുപോലെ ഭൂമി പിളർന്നു മാറിയിട്ട് പുതിയ കടലുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഇത് യാഥാർത്ഥ്യമാകും എന്നാണ് ഒരു സംഘം ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ ഇതിന് വേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ് പിളർന്ന് രണ്ടായി മാറി രണ്ട് ഭൂഖണ്ഡങ്ങളായി രൂപം കൊള്ളുമെന്ന് ഇപ്പോൾ ഗവേഷകർ പറയുന്നത്. എത്യോപ്യ എന്ന രാജ്യവും രണ്ടായി പിളർന്നു മാറും എന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പുതിയൊരു കടലിൻ്റെ ജനനവും അവർ പ്രവചിക്കുന്നുണ്ട്. എത്യോപ്യയിലെ മരുഭൂമിയിൽ 35 മൈൽ നീളമുള്ളൊരു വിള്ളൽ 2005 ഉയർന്നു വന്നിരുന്നു. അതിനുശേഷം 1/2 ഇഞ്ച് എന്ന കണക്കിനാണ് ഈ പിളർപ്പ് വളർന്നുകൊണ്ടിരിക്കുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നത്. ഇത് പൂർത്തിയാകാൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ തന്നെ വേണ്ടിവരും എന്നുള്ളതാണ് ഇപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ കാര്യം. നേരത്തെ പലരും കരുതിയിരുന്നത് ഒരുപാട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു വിഭജനം ഉണ്ടാവുക എന്നാണ്. പക്ഷേ ഇപ്പോൾ ഗവേഷകർ പറയുന്നത് അങ്ങനെയല്ല. 1 മുതൽ 5 വരെ ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ, അതായത് 100 വർഷം മുതൽ 500 വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ ഒരു പുതിയ ഭൂഖണ്ഡം രൂപം കൊള്ളാം എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി ഗവേഷണങ്ങളാണ് പല സർവകലാശാലകളിലും നടക്കുന്നത്. കാലിഫോർണിയ സർവകലാശാലയിലെ പ്രൊഫസറായ കെൻ മക്ഡൊണാൾഡാണ് ഇത് സംബന്ധിച്ച ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വലിയൊരു ഭാഗം പിളർന്നു മാറി പുതിയൊരു കടൽ രൂപം കൊള്ളും എന്നാണ് അദ്ദേഹം പറയുന്നത്. ശക്തമായ തോതിൽ തന്നെ ഈ കടലിലേക്ക് ജലപ്രവാഹം ഉണ്ടായാൽ പസഫിക് സമുദ്രത്തെക്കാൾ ആഴമുള്ളതായിരിക്കും പുതിയ കടൽ എന്നാണ് മക്ഡൊണാൾഡ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതൊക്കെ തന്നെ നമ്മെ അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ്. പുതിയ ഒരു കടൽ രൂപം കൊള്ളുക എന്ന് പറയുമ്പോൾ എത്രമാത്രം കരഭാഗം കടലിൻ്റെ ഭാഗമായി തീരും എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടി വരും. ആഫ്രിക്കൻ ഭൂഖണ്ഡം രണ്ടാകുമ്പോൾ സൊമാലിയ, കെനിയ, ടാൻസാനിയ, എത്യോപ്യയുടെ പകുതി ഭാഗം എന്നിവ ചേർന്ന് പുതിയൊരു ഭൂഖണ്ഡം രൂപം കൊള്ളും. ഈ പുതിയ ഭൂഖണ്ഡത്തിന് നുബിയൻ എന്നായിരിക്കും പേര് നൽകുക. ഏതായാലും പുതിയ ഭൂഖണ്ഡത്തിന് പേര് വരെ ഇപ്പോൾ ഗവേഷകർ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. 22 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ശരിക്കും ഈ ഒരു വിള്ളൽ രൂപം കൊണ്ട് തുടങ്ങിയത്. എന്നാൽ ഇത് 2005 മാത്രമാണ് നമുക്ക് ദൃശ്യമായി തുടങ്ങിയത്. ഇത് ഇങ്ങനെ വർഷങ്ങൾ കൊണ്ട് ഈ വിള്ളൽ പൂർത്തിയാക്കുകയും ആഫ്രിക്ക കൃത്യം രണ്ടായി മാറുകയും അങ്ങനെ 2 ഭൂഖണ്ഡങ്ങൾ രൂപം കൊള്ളും എന്നാണ് ഇവർ പറയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിള്ളൽ ഉണ്ടാകാൻ പോകുന്നത് എത്യോപ്യയിലായിരിക്കും എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആഫ്രിക്കയിലെ വളരെ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് എത്യോപ്യ. ഒരു കാലത്ത് നിരവധി ഇന്ത്യക്കാർ അവിടെ ജോലിക്കായി പോയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എപ്പോഴും അസ്ഥിരമായ ഭരണകൂടങ്ങളുള്ള നിരവധി ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യം തന്നെയാണ് എത്യോപ്യ. അവിടെ ഇനി ഈ രാജ്യം രണ്ടായി മാറി ഇത് 2 രാജ്യങ്ങളായി മാറുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് അവിടുത്തെ ജനങ്ങളും ഇപ്പോൾ ചിന്തിക്കുന്നത്. കെനിയ പോലെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണെന്നാണ് പറയപ്പെടുന്നത്. അവിടുത്തെ ഗവേഷകരും മറ്റു ജനങ്ങളെ ഇതിനോടകം തന്നെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആർക്കും തന്നെ ഇതൊന്നും ബാധകമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം മറ്റു നടപടികളിലേക്കൊന്നും തന്നെ അവർ കടക്കാതിരിക്കുന്നത്. ഈ മേഖലകളിലൊക്കെ തന്നെ നിരന്തരമായി ഭൂചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഇവിടെ സജീവമായ അഗ്നിപർവ്വതങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് ഭാവിയിൽ ഇത് പിളർന്നു മാറി മറ്റൊരു ഭൂഖണ്ഡം രൂപം കൊള്ളുന്നതിലേക്ക് നയിക്കുക എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. 2018 കെനിയയിൽ വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായിരുന്നു. അന്ന് വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിച്ച ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളൊക്കെ തന്നെ പറയുന്നത് തങ്ങൾക്ക് ഭൂമികുലുക്കത്തിന് സമാനമായ ഒരു അനുഭവം ഉണ്ടായി എന്നാണ്. എന്നാൽ ഭൂമികുലുക്കം നടന്നതായി റിക്ടർ സ്കെയിലോ മറ്റോ രേഖപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ആഫ്രിക്ക രണ്ടാകാൻ പോവുകയാണ് എന്ന് തന്നെയാണ്. ആഫ്രിക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങേറ്റം കഷ്ടപ്പാടുകളിൽ നിന്ന് പുതിയൊരു വലിയ ലോകം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എങ്കിലും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാണ് ഇത് സംഭവിക്കുക എന്നുള്ളത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. എങ്കിലും ഭാവിയിൽ ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴേ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയൊരു സമുദ്രം രൂപം കൊള്ളുക എന്ന് പറയുന്നത് അത്യന്തം വിനാശകരമായൊരവസ്ഥയിലേക്കായിരിക്കും ആ ഭൂഖണ്ഡത്തെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നും അവർ താക്കീത് നൽകുന്നുണ്ട്.